യെസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഡെഫിനിഷൻ പറഞ്ഞിട്ടാണ് അല്ലെ. അതിന് തൊട്ട് മുമ്പ് ഒരു എന്താ പറയാ പേഴ്സണൽ പോളിസിക്ക്, ഒരു സൗണ്ട് പേഴ്സണൽ പോളിസിക്ക് പാലിക്കേണ്ട ചില എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെ, നല്ല എന്താ പറയാ സവിശേഷതകൾ അല്ലെ. ഒരു നല്ല പോളിസി രൂപീകരിക്കുമ്പോൾ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തൊഴിലാളികളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, തൊഴിൽ വിഭാഗത്തെ മാനേജ് ചെയ്യേണ്ട ചില നയങ്ങൾ, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് അവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് രൂപീകരിച്ചിട്ട് വേണം അവരെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും തരത്തില് അവർക്ക് എന്തെങ്കിലും ഫോൾട്ടുകൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടോ, അപ്പൊ ഈ ഒരു പോളിസിയുടെ ഗൈഡ് ലൈൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അവർക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒരു നല്ല ഇസെൻഷ്യൽ ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സവിശേഷതകളാണ് ഒരു പേഴ്സണൽ പോളിസിക്ക് വേണ്ടത്. അത് നമ്മൾ പറഞ്ഞു. അത് വളരെ പോസിറ്റീവ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഈസിലി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം, എല്ലാവർക്കും ഒരുപോലെ എളുപ്പം മനസ്സിലാകുന്ന പോളിസീസ് ആയിരിക്കണം. അതുപോലെ പോസിറ്റീവ്, അതായത് ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന പോളിസീസ് കൂടിയായിരിക്കണം. നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്ന പോളിസി രൂപീകരിക്കാനായിട്ട് പാടില്ല. ഓക്കെ, എല്ലാം ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം അതാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും, each and every department they have to achieve the goal, organizational goal. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും എയിം ഈസ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും ലക്ഷ്യം അല്ലെ. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഉതകുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ പേഴ്സണൽസിനെ, തൊഴിലാളികളെയൊക്കെ നമ്മൾ ഒരുക്കേണ്ടത്, അവർക്ക് വേണ്ട പോളിസീസ് രൂപീകരിക്കേണ്ടത്. പിന്നെന്താ, റിട്ടൺ ഫോമിലായിരിക്കണം എന്ന് പറഞ്ഞു. അതായത് എഴുതി തയ്യാറാക്കിയ രൂപത്തിലായിരിക്കണം പോളിസീസ്. വെറുതെ വാക്കാൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, കാരണം വാക്കുകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അല്ലെ. ഇപ്പൊ പറയുന്നതായിരിക്കില്ല ചിലപ്പോ പിന്നീട് പറയാം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നില്ല, ഇതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് വേറെ. അതുകൊണ്ടാണ് നേരത്തെ ആ പോസിറ്റീവ് ഈസിലി അണ്ടർസ്റ്റുഡ് എന്നൊക്കെ പറയുമ്പോഴേ ഒരു കാര്യമുണ്ട്. ഞാൻ അത് ആ പോളിസി വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റൂൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ, മറ്റൊരാൾ സെക്കൻഡ് പേഴ്സണ് മനസ്സിലാകുന്ന രീതിയിൽ, തേർഡ് പേഴ്സണ് മനസ്സിലാകുന്ന രീതിയിൽ, ആസ് എ ഹോൾ എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ അതിനെ ഞാൻ ഇങ്ങനെയായിരുന്നു വിചാരിച്ചത്, വേറെ ആർക്കും എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, അങ്ങനെ ഡബിൾ മീനിങ് ഒക്കെ ഉണ്ടാകുന്ന രീതിയിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പോളിസീസ് രൂപീകരിക്കാൻ പാടില്ല. അതൊക്കെ അതിനകത്ത് അണ്ടർലൈനിങ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ളത്, ക്ലിയർ അണ്ടർസ്റ്റുഡ് ആകുന്നത്, ഈസിലി അണ്ടർസ്റ്റുഡ് ആകുന്നതൊക്കെ ആയിരിക്കണം. റിട്ടൺ രീതിയിലായിരിക്കണം അത് എന്താ പറയാ രൂപീകരിക്കേണ്ടത്. അല്ലാതെ വെറുതെ വാക്കാൽ പറഞ്ഞാൽ പോരാ. ഇനി റിട്ടൺ ആയിട്ട് എഴുതുമ്പോൾ, റിട്ടൺ രീതിയിലായിരിക്കുമ്പോഴും ഫോം ആയിരിക്കുമ്പോഴും ഇറ്റ് ഷുഡ് ബി ഓൾസോ റിട്ടൺ ഇൻ ലോക്കൽ ലാംഗ്വേജ്. അവരുടെ ലോക്കൽ ഭാഷയിൽ, ആ ലൊക്കാലിറ്റിയിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടാണ്, ആ ഒരു രീതിയിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം. എല്ലാവർക്കും ആർക്കൊക്കെയാണോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ്, ഈ ഒരു പേഴ്സണൽ പോളിസി കൈകാര്യം ചെയ്യേണ്ട, ഈ പോളിസീസ് ഫോളോ ചെയ്യേണ്ടവർ ആരൊക്കെയാണോ, ഓൾ ഷുഡ് ബി നോൺ, അവർക്ക് എല്ലാവർക്കും അറിയിച്ച് കൊടുക്കേണ്ടതായിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാവരും അറിയണം ഒരുപോലെ ഇങ്ങനെയൊക്കെയാണ് ഈ ഓർഗനൈസേഷനിലെ തൊഴിലാളികൾ ഈ രീതിയിലൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഇത്തരം പോളിസീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഫോം ചെയ്തിരിക്കുന്നത്, എല്ലാവരും അറിയണം. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ അറിഞ്ഞു ബാക്കിയുള്ളവർ അറിഞ്ഞിട്ടില്ല, അയ്യോ ഇതൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പിന്നീട് വരാൻ പാടില്ല. ഓർഗനൈസേഷന്റെ എന്താ പറയാ ലോസിലേക്ക് നയിക്കുന്ന, നഷ്ടത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പോളിസീസ് ഒന്നും ഫ്രെയിം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഫോം ചെയ്യാനായിട്ട് പാടില്ല. സ്റ്റേബിൾ ആയിട്ടുള്ള പോളിസീസ് ആയിരിക്കണം, ബട്ട് നോട്ട് ബി റിജിഡ് അല്ലെ. ഭയങ്കര കർക്കശമായിട്ടുള്ള എന്താ പറയാ പോളിസീസ് ആയിരിക്കരുത്, എന്നാൽ സ്റ്റേബിൾ അല്ലെ, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കുറച്ച് നാളത്തേക്ക് എളുപ്പം മാറ്റി മറിച്ച് എഴുതേണ്ട രീതിയിലുള്ള പോളിസീസ് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഇത്തിരി കാലത്തേക്കെങ്കിലും അല്ലെ അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസീസ് ഫ്രെയിം ചെയ്യുക. ആൻഡ് അത്രയധികം കർക്കശമായ എന്ന് വെച്ചാൽ ആളുകൾക്ക് ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊന്നും അറിയാതെ ആലോചിക്കാതെ ഒക്കെ ഭയങ്കര വലിയ ഡിസിഷൻസ് ഒക്കെ എടുത്തത് പോളിസീസ് ആയിട്ട് കൊണ്ടുവന്നാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ദ എംപ്ലോയീസ്. ജോലിക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫോളോ ചെയ്യാനായിട്ട് അല്ലെ. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി റിസൾട്ട് ഫ്രം കെയർഫുൾ അവൈലബിൾ ഫാക്ട്സ്, അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അവിടെ ആ സമയത്ത് നിലനിൽക്കുന്ന രീതിയിലുള്ള ചില ഇമ്പോർട്ടന്റ് വസ്തുതകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം പോളിസീസ് എന്ത് ചെയ്യാൻ രൂപീകരിക്കണം. അതിന്റെ ഒരു പ്രതിഫലമായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കണം ആ ഒരു പോളിസി. എന്ന് വെച്ചാൽ നിലവിലുള്ള വസ്തുതകൾക്കൊക്കെ
പഠനവിധേയമാക്കി ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കിയത് വേണം. ഓക്കെ, യൂണിഫോം ആയിരിക്കണം, എല്ലാവരും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന പോളിസീസും ആയിരിക്കണം അല്ലെ. പല രീതിയിലും പല ആളുകൾക്കും അങ്ങനെ ആവാൻ പാടില്ല. മാത്രമല്ല ഇറ്റ് ഷുഡ് ബി ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അങ്ങനെയുള്ള പോളിസീസ് ഫോം ചെയ്യുമ്പോൾ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, റേഡിയോ പോലെ ആകരുതെന്ന്. അപ്പൊ ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾ അത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയല്ല, അത് അങ്ങോട്ട് എംപ്ലോയീസിനോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പൊ അത് അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സജഷൻ ഉണ്ടെന്ന് അവരുടെ സജഷൻസ് കേൾക്കാനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോളിസീസ് ഫ്രെയിം ചെയ്താൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഓർ ബെസ്റ്റ് എന്ന് പറയാം. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയാ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് പറയുന്നത്. പണ്ടത്തെ രീതിയൊന്നുമല്ല. പണ്ടത്തെ അടിമകളെ പോലെയൊക്കെ ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അങ്ങോട്ട് അവർ മുഴുവനും അടിച്ചേൽപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്താ പറയാ മാക്സിമം അവരെ യൂസ് ചെയ്തിരുന്നു. ഇപ്പോഴും എംപ്ലോയീസിന് മാക്സിമം അല്ലെങ്കിൽ ജോലിക്കാരെ മാക്സിമം യൂസ് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ അത് ഈ പറയുന്ന പോലെ ആകരുത്, അടിച്ചേൽപ്പിക്കുന്ന രീതി ആകരുത്. സജഷൻസ് ഇഫ് ദേ ഹാവ്, അവരുടേതായ സജഷൻസ് ഉണ്ടെങ്കിൽ അത് കേട്ട് അതിനൊക്കെ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ അത് നോക്കി കണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ക്ലിയർ ആയിരുന്നു. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിസ്റ്റം വിച്ച് എക്സ്പ്ലെയിൻ ഹൗ ദ ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷനിലെ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളുടെ ചില കാര്യങ്ങൾ അവിടെ ഉദാഹരണം പറയുന്നത് ലൈക്ക് ടാസ്ക് അലോക്കേഷൻ, ജോലി ഇങ്ങനെ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, കോർഡിനേഷൻ, അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഏകീകരിച്ചൊക്കെ കൊണ്ടുപോകുന്നത്, സൂപ്പർവിഷൻ, അവർ ചെയ്യുന്ന ജോലികളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത്, ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ട്, എന്തിനാ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്? ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ആ നെട്ടോട്ടത്തില് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന പല ആക്ടിവിറ്റീസും ഇൻക്ലൂഡിംഗ് ടാസ്ക് അലോക്കേഷൻ, സൂപ്പർവിഷൻ ആൻഡ് ഓൾസോ കോർഡിനേഷൻ, ഇതെല്ലാം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതാണ് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ക്ലിയർ ആയിരുന്നല്ലോ അല്ലെ? പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? കുറച്ചധികം പേര് ജോയിൻ ചെയ്യാനായിട്ട് വൈകിയത് കൊണ്ടാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറോട് വീണ്ടും പറയുന്നത്. ക്ലിയർ ആയിരുന്നോ? ആ ഒരു സെന്റൻസ് നന്നായി അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് വൺ. എന്താണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ? ഡാഷ് എക്സ്പ്ലെയിൻ ഹൗ ആക്ടിവിറ്റീസ് ലൈക്ക് ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ ആൻഡ് സൂപ്പർവിഷൻ ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചേർക്കേണ്ട ആ ഒരു ഫ്രേസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നാണ്. ഓക്കെ, ഇനി ഇതിന്റെ കൺസെപ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരാൾക്ക് ഒരു ജോലി കൊടുക്കുമ്പോൾ ആ ജോലി അയാൾ എത്രത്തോളം നല്ല രീതിയിൽ അത് ചെയ്തു തീർത്തു അല്ലെ. പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്നും പറയാൻ പറ്റില്ല. പേഴ്സണൽ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. PERSONAL ആണ്. എന്താ? വ്യക്തിപരമായ സംതൃപ്തി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, തൊഴിൽപരമായ സംതൃപ്തി. എപ്പോഴാണ് തൊഴിൽപരമായ സംതൃപ്തി ഉണ്ടാവുക? എപ്പോഴാണ് തൊഴിൽ സംതൃപ്തമാവുക? when the employee provide his service. ഒരു ജോലിക്കാരൻ ആളുടെ സേവനം അത് നൽകി ആ ഒരു നൽകുന്ന സേവനത്തിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള റിസൾട്ട് കിട്ടുമ്പോഴാണ് അല്ലെ. അതിനെയാണ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഒരു തൊഴിലാളിയെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്നു, അവരത് വൃത്തിയായിട്ട് കൃത്യമായിട്ട് അവർ ഉദ്ദേശിച്ച ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്ന രീതിയിൽ ആള് അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് കോൾഡ് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്. അല്ലാണ്ട് ഒരു ജോലി കൊടുക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തു തീർക്കാം അല്ലെ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്കൊരു ജോലി കൊടുത്താൽ ഏത് രീതിയിലും നമുക്ക് ചെയ്യും. ചിലർ ഭയങ്കര ഉഴപ്പി ചെയ്യും, ചിലരത് ഇൻകംപ്ലീറ്റ് ആയിട്ട് ചെയ്യും, മുഴുവനാക്കില്ല, പിന്നെ അതിന്റെ ഇടയിൽ വേറെ ആളുകളെ കയറ്റി ചെയ്യിപ്പിക്കേണ്ടി വരും. അങ്ങനെയൊന്നും അല്ല. അത് കൃത്യമായ രീതിയിൽ വിത്തിൻ ദ ടൈം അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ്, അതായത് കൊടുത്തിരിക്കുന്ന നിലവാരത്തില് ആ കൃത്യ സമയത്ത് അത് ചെയ്തു തീർക്കുക. അതിനെയാണ് നമ്മൾ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ടാസ്ക് അക്കംപ്ലിഷ് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ക്ലിയർ ആയോ? പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ മനസ്സിലായോ? പോയിന്റ് ഓർത്താൽ മതി. ഓക്കെ, പോയിന്റുകൾ ഓർത്താൽ മതി. അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ ഓർക്കണം നിർബന്ധമില്ല. എനിക്ക് മിണ്ടലിലല്ലോ ആയിരുന്നു, കയ്യും കാലൊന്നും കാണുന്നില്ലല്ലോ. ഓർത്തുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും ഉഷാറല്ലേ? യെസ്. ഓക്കെ, ദെൻ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ആണ് ഞാനിവിടെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഇന്ന് എനിക്ക് ക്ലാസ് തുടങ്ങാനുള്ളത്.
കുറച്ച് ആളുകൾ അധികം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് 10 പേരെ ഞാൻ ക്ലാസ്സിൽ കയറിക്കൊണ്ടായിരുന്നുള്ളൂ. ബാക്കി 35 പേരും പിന്നീട് ജോയിൻ ചെയ്തവരാണ്. അവര് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തത്. ഒറ്റ പോയിന്റേ പറഞ്ഞുള്ളൂ കോൺസെപ്റ്റില്. എന്താ അത്? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ, ഏത് തരത്തിലുള്ള ബിസിനസ് സ്ഥാപനത്തിലും അവിടെ വരുന്ന ജോലിക്കാരെ കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ആ ജോലി അത് കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്ത് തീർപ്പിക്കുക. അത് ആ ടാസ്ക് അങ്ങനെ അത് അക്കംപ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. രണ്ടാമത്തേത് എന്താണ്? ഡെലഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഡിവൈഡ് ദ ജോബ്. അതായത് ഒരു ആൾക്ക് ഒരു ജോലി കൊടുക്കുക, ആ ജോലി ഇപ്പൊ എന്താ പറയാ, ഒരു അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അധികാരം എന്നാണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഒരു ഇൻഡിവിജ്വലിന് നമ്മളൊരു ജോലി കൊടുത്തു കഴിയുമ്പോൾ ആ ജോലി ഒരു അതോറിറ്റി എന്ന രീതിയിൽ, ഒരു അധികാരി എന്ന രീതിയിൽ അത് മറ്റുള്ളവരെ കൊണ്ട് കൃത്യമായ രീതിയിൽ ചെയ്യിപ്പിക്കുക അല്ലെ. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ആൻഡ് ഓൾസോ ടു റിക്വസിഷൻ ഓഫ് റിസോഴ്സസ്. അവിടെയുള്ള ജോലിക്ക് വേണ്ട ചില വിഭവങ്ങൾ, മനുഷ്യ വിഭവം ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിക്കോട്ടെ, അത് കൃത്യമായ സമയത്ത് അത് ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ടു ഗീവ് ഡിറക്ഷൻസ് ടു അതേഴ്സ്. മാത്രമല്ല മറ്റുള്ളവർക്ക് ജോലി ഇന്ന കാര്യം ചെയ്യുക എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതാണ്. അങ്ങനെ ആ ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുക. ഇൻ ഓർഡർ ടു ഫിൽ ദ ജോബ് റെസ്പോൺസിബിലിറ്റി. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ജോലിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അധികാരത്തോട് ചെയ്യുക. ഇപ്പൊ എന്നോട് ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞാൻ അത് എന്റെ താഴെയുള്ള എന്താ പറയാ ജോലിക്കാർക്ക് അത് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്യണം, ഇന്ന സമയത്താണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ആ രീതിയിൽ എല്ലാം അത് എന്താ പറയാ അധികാരത്തോടെ മറ്റ് കൃത്യമായ സമയത്തും കൃത്യമായ റിസോഴ്സസ് ഉപയോഗിച്ചും കൃത്യമായ സമയത്ത് തീരുമാനങ്ങൾ എടുത്തു അത് ചെയ്യിക്കാനുള്ള ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. അതുവഴി എന്താ പറയാ ആ ജോബ് റെസ്പോൺസിബിലിറ്റി, ജോബ് ഉത്തരവാദിത്തങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുക. അതാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞത്. അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓരോ അതോറിറ്റിക്ക്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർഗനൈസേഷന്റെ എന്താ പറയാ ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതായത് അവിടെ ആർക്കാണോ ആ ജോലി അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ടത് അവരെ കൊണ്ട് കൃത്യമായിട്ട് അത് ചെയ്യിപ്പിക്കുക. ആ കൃത്യമായി ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ആ ജോലി ഉത്തരവാദിത്തത്തോടെ ആളുകൾ ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ട നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും റിസോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, തീരുമാനങ്ങൾ വേണ്ട സമയത്ത് എടുക്കുക, കൃത്യമായ സമയത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. അതാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി? ഇറ്റ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ. ഒരാള് തന്റെ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ആ ജോലി കൃത്യമായ സമയത്ത് കൃത്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ സമയത്ത് തീരുമാനങ്ങൾ എടുത്ത് ആ ജോലി ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ജോബ് റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്നതോടൊപ്പം. ക്ലിയർ ആയോ? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി മനസ്സിലായോ? ക്ലിയർ? ഹലോ? Yes, okay. Next one, അതെന്താ? പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ ആണ്. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ എന്താ? ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ ആണ് പ്രോപ്പർ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മളിപ്പോ ആളുകൾക്ക് ജോലിയൊക്കെ കൊടുത്തു. നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്താണെന്ന് നോക്കണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വിഭവങ്ങൾ, ഏത് വിഭവങ്ങളാണ്? മനുഷ്യ വിഭവങ്ങളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഈ മനുഷ്യന്മാർക്ക് ഇങ്ങനെ കുറെ ജോലിയൊക്കെ കൊടുത്ത് നമ്മൾ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി ജോലി കൊടുക്കുന്നു. ഈ ജോലി കൊടുത്തു കഴിഞ്ഞാൽ ശരി, ആ ജോലി കിട്ടിയ ആളുകൾ കൃത്യം എനിക്ക് ജോലി കിട്ടിയല്ലോ, കൊടുത്ത ആളുകൾ അവിടെ ജോലിക്ക് ഒരാൾ കിട്ടുന്നല്ലോ, സംതൃപ്തി. അങ്ങനെയല്ല. വെദർ ദേ ആർ പെർഫോമിംഗ് ദെയർ ഡ്യൂട്ടീസ് റൈറ്റ് ടൈം, അതിന് കൃത്യമായ സമയത്ത് കൃത്യമായ ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി ഉപയോഗിച്ച് വെദർ ദേ ആർ പെർഫോമിംഗ് ദെയർ ടാസ്ക്, അവരുടെ ജോലികളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് വി ഹാവ് ടു മേക്ക് ഷുവർ അല്ലെ, എൻഷുവർ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സൂപ്പർവിഷൻ എന്ന് വിളിക്കുക. സോ പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ ആണ്. ഇടയ്ക്കിടയ്ക്ക് അവരെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടോ? ജോലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാം അല്ലെ. അത് സമയം എടുത്ത് ചെയ്യാം. ഇതിപ്പോ ഇന്ന സമയത്ത് ചെറുത് തീർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിന് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് എന്ത് ജോലിയാണോ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അത് ആ സമയം കളയാതെ, നമുക്ക് വെറുതെ ഇനിയും സമയമുണ്ടല്ലോ എന്നൊന്നും ചിന്തിക്കാതെ അത് തരുന്ന ജോലികൾ ആ കൃത്യസമയത്ത് അത് ചെയ്തു തീർക്കാനായിട്ട്, അത് നാളേക്കാവട്ടെ എന്ന് വിചാരിച്ചു വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അടുത്ത സമയത്ത് നെക്സ്റ്റ് ടൈമിൽ ചെയ്യാം, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അവരുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല.
സാധിക്കില്ല. ഓർഗനൈസേഷന്റെ എംപ്ലോയർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു സൂപ്പർവിഷൻ അവിടെ നടത്തിയാൽ മാത്രമാണ് they can understand അവർക്ക് എംപ്ലോയീസ് ആർ പെർഫോമിംഗ് വെൽ, അവരുടെ ജോലി കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നതോ എന്നൊക്കെ മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയാൻ കാരണം. ക്ലിയർ ആണല്ലോ? പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് ബ്രാക്കറ്റിൽ അവിടെ ഇരിക്കും ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ എന്നാണ് ഇതിനർത്ഥം. ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ, ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ രീതിയിൽ സൂപ്പർവിഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക. ദാറ്റ്സ് ഓൾ. അടുത്തത് ഫോർത്ത് വൺ എന്താ? ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. എന്താ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പെഷ്യലൈസേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിദഗ്ധരാകുക അല്ലെ, വൈദഗ്ധ്യം നേടുക. എങ്ങനെയാണ് നമുക്ക് ഒരു കാര്യത്തിൽ ഒരു പ്രവൃത്തിയിൽ വിദഗ്ധരാകാൻ സാധിക്കുക? ബൈ പെർഫോമിങ് കണ്ടിന്യൂസ്ലി. നമുക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന ടാസ്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വി ബിക്കം സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ് അല്ലെ. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ എന്താകും? സ്പെഷ്യലൈസ്ഡ് ആകും. ആദ്യത്തെ ദിവസം നമ്മൾ ആ ചെയ്ത ജോലി ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ ബൈ ദ ബൈ ടൈം ഗോസ്, അതായത് നമ്മളുടെ സമയം ഇങ്ങനെ കൂടുതൽ ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെ ഇതേ ടാസ്ക് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ we get experienced with that particular field അല്ലെ. നമുക്ക് അതില് എക്സ്പീരിയൻസ്ഡ് ആകുന്നു. വെറുതെ അല്ല, നമ്മളുടെ ഏത് ഓർഗനൈസേഷനിലും ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ വെക്കാൻ ചെന്നാലേ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചോദിക്കും അല്ലെ. ഫ്രഷേഴ്സിന് ശരി ഏറ്റവും അവസാനം പഠിച്ച് ഇറങ്ങുന്ന ആളുകൾക്ക് ഓക്കെ. അതല്ലാതെ ഇങ്ങനെ കുറച്ചും കൂടി ഗ്യാപ്പൊക്കെ ഉള്ള ആളുകളൊക്കെ വരുമ്പോ ഇന്ന ഫീൽഡിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചു. അപ്പൊ നമ്മൾ ആ ഒരു ഫീൽഡിൽ നേരത്തെ ജോലിക്ക് ചെയ്തിട്ടുണ്ടോ, അതിന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ ചോദിക്കും. കൂടുതൽ more the number of years of experience അല്ലെ, അങ്ങനെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള വർഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താ പറയാ the greater will be the chance for getting that particular job അല്ലെ. കൂടുതൽ ആ ജോലി കിട്ടുന്നതിനുള്ള ചാൻസ് നമുക്ക് കൂടുതൽ അത് ചോദിക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ചിറങ്ങിയിട്ടുള്ളൂ പിന്നെ ഇവിടുന്ന് എക്സ്പീരിയൻസ് ഉണ്ടാകുക നമ്മൾ തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് അല്ലെ. പക്ഷെ അതിന്റെ നേച്ചർ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? വൈ അവർക്ക് ഈ എന്താ പറയാ ഫ്രഷേഴ്സിനെയൊക്കെ വെച്ച് അല്ലെങ്കിൽ അതിൽ ആ വൈദഗ്ധ്യമൊന്നും ഇല്ലാത്ത ആളുകളെയൊക്കെ വെച്ച് ആ ജോലി ചെയ്യിപ്പിച്ച് എടുത്ത് എന്താ പറയാ അതിന് ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലോ they can do it very എന്താ പറയാ സ്പീഡ്ലി അല്ലെ. നമ്മളെ എന്താ പറയാ റാപ്പിഡ് ആയിട്ട് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വേഗം അവര് സ്പീഡി ആയിട്ട് അവര് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വേണമെന്ന് ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ചില ഓർഗനൈസേഷൻസിൽ അവര് എന്ത് ചെയ്യുന്നത്, അവര് വാശി പിടിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ബൈ പെർഫോമിംഗ് ഓർ ബൈ ഡൂയിങ് ദാറ്റ് ടാസ്ക് റെഗുലർലി ആൻഡ് ഓൾസോ റിപ്പീറ്റഡ്ലി. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ ടീച്ചേഴ്സ് തന്നെയാണെങ്കിലും ആദ്യത്തെ ദിവസം ചിലപ്പോ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ടീച്ചർ എന്താ പറയാ പഠിച്ചിറങ്ങി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങി സ്കൂളിൽ കിട്ടി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ചിലപ്പോൾ പേടിയും അല്ലെ അതൊക്കെ ഉണ്ടാകട്ടെ കുട്ടികളെയൊക്കെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അവർ എക്സ്പീരിയൻസ് ആവും. പിന്നീട് അവര് വലിയ ബുദ്ധിമുട്ടില്ലാതെ കുറെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറും. അതാണ് പറഞ്ഞേക്കണേ. അപ്പൊ അതാണ് എന്തെന്ന് വിളിക്കുക നമ്മുടെ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. എത്രത്തോളം സ്പെഷ്യലൈസ്ഡ് ആണ് ഓരോ ഫീൽഡിലും ഓരോരുത്തരും. അങ്ങനെ എന്താ പറയാ ഈ ഒരു ജോബ് റുട്ടീൻസ് അവരുടെ കൊടുക്കുന്ന ജോലികള് അത് എന്ത് ചെയ്യുന്നു, അവര് റുട്ടീനായിട്ട് ഓരോ ദിവസം ചെയ്യുന്നു. ഇത് മേക്സ് ദം ഈസിയർ. അവരതിൽ ഈസി ആക്കി മാറുന്നു. അവരത് ചെയ്ത് ആൻഡ് ഓൾസോ ദ വർക്കർ വിൽ ടേൺ ടു ആൻ എക്സ്പേർട്ട് ഇൻ ഹിസ് ജോബ്. ആ ഒരു വർക്കർ ജോലിക്കാരൻ ആ ജോലിയിൽ എക്സ്പേർട്ട് വിദഗ്ധരായി തീരുന്നു. അതിനെയാണ് നമ്മള് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. അപ്പൊ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഈസ് അനദർ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ക്ലിയർ ആണോ? എന്താണ് ആ പോയിന്റ്? മനസ്സിലായോ? ഓക്കെ, നോ റെസ്പോൺസ്. ഈ അറ്റത്ത് ആരാ? നിങ്ങൾ ഇപ്പുറത്തെ ഹാൻഡ് ഇടുമ്പോ ഇപ്പുറത്തുള്ളവര് മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. ഫിഫ്ത്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ 5ാമത്തെ കോൺസെപ്റ്റ് ആണ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. അതായത് ഇപ്പൊ ഏത് ഓർഗനൈസേഷനിലെയും അവിടുത്തെ എംപ്ലോയീസിനെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരിക്കും. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ആളിലേക്ക് അത് എത്താനുള്ള ചാനൽ പ്രോപ്പർ ആയിരിക്കണം.
അല്ലാതെ ഇപ്പൊ എംപ്ലോയീസിനെ ചില കാര്യങ്ങൾ അറിയിക്കണം. എംപ്ലോയീസിനൊക്കെ അറിയിക്കേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും ആളോട് വലിയ ഗുണവരോടോ അല്ല ആൾക്കാരോടോ ഓർഗനൈസേഷനിലുള്ള ഒരു റെസ്പോൺസിബിൾ അല്ലാത്ത അല്ലെങ്കിൽ ആ പറയുന്ന കാര്യം ചെയ്യേണ്ട വ്യക്തി അല്ലാത്ത ഒരാളോട് പറഞ്ഞായിരിക്കും അവിടെ നിന്ന് അറിയിക്കുന്നത്. ചിലപ്പോൾ അത് പോണ വഴിക്ക് ചിലപ്പോൾ അയാൾക്ക് വേറെ ഏതെങ്കിലും ഡ്യൂട്ടി കിട്ടി വഴി തിരിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകും അല്ലെ. അപ്പൊ ഈ പറഞ്ഞ ഇൻഫോർമേഷൻ ആ എംപ്ലോയീസിന്റെ അടുത്തേക്ക് എത്താൻ പോകുന്നില്ല. അപ്പൊ അത് വരാതെ എന്ത് ചെയ്തോളാം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്രോപ്പർ ചാനലിലൂടെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഏത് എംപ്ലോയീസിനെയാണോ അറിയിക്കേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുക. അതല്ല എങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തുണ്ടാകും, വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി വ്യത്യാസമായിരിക്കും. ഇപ്പൊ അവിടുന്ന് ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ നിന്ന് എംപ്ലോയീസിനെ അറിയിക്കാൻ ഒരു കാര്യം കൊടുത്തേക്കാണ്. അതിങ്ങനെ പറഞ്ഞ് എല്ലാ ആളോടൊക്കെ പറഞ്ഞ് നമുക്കറിയാം ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് വേറെ അറ്റത്ത് അത് റെസിപ്പിയന്റ് ശരിയായിട്ടുള്ള കൃത്യമായ ആളുടെ എത്തുമ്പോഴേക്കും അത് വേറെ രീതിയിലായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പല വീഡിയോസ് അങ്ങനത്തെ കളിയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഗെയിമൊക്കെ. ഇത് ഗെയിമൊന്നുമല്ല, ഇതൊക്കെ ഒരു കാര്യമായ കാര്യമാണ്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ കൃത്യമായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ത്രൂ പ്രോപ്പർ ചാനൽ. നല്ല ശരിയായ പ്രോപ്പർ ചാനലിലൂടെ മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇതിന്റെ കോൺസെപ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഏതൊക്കെയാ? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓഫ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ജോലിക്കാർ ചെയ്യുന്ന ജോലി സംതൃപ്തിയോടെ അത് ചെയ്യിപ്പിച്ച് നമുക്കൊരു കിട്ടുക എന്നുള്ളതാണ്. ഓർഗനൈസേഷന്റെ ഘടനയാണത്. ഒരു സംരംഭത്തിന്റെ ഘടനയിൽ പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്, ചെയ്യുന്ന ജോലി ചെയ്ത് കിട്ടുക എന്നുള്ളത്. അടുത്തത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ്. ഒരു ഇൻഡിവിജ്വൽ മറ്റ് ഇൻഡിവിജ്വൽസിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഹൗ ടു ആക്ട്, എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, ആൻഡ് ടു ടേക്ക് ഡിസിഷൻസ്, ഇന്ന കാര്യങ്ങളിൽ ഇന്ന തീരുമാനങ്ങൾ എടുക്കണം, ഇന്ന റിസോഴ്സസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇതെല്ലാം ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യുക, ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ടു ഫുൾഫിൽ ദ ജോബ് റിക്വയർമെന്റ്സ്, ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ കിട്ടുന്ന ടാസ്കുകളെ കൃത്യമായിട്ട് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, ഓരോരുത്തർക്കായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തേത് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ ആണ്. കംപ്ലീറ്റ് സൂപ്പർവിഷൻ, മൊത്തത്തില് എല്ലായ്പ്പോഴും ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവിഷൻ നടത്തിക്കൊണ്ടിരിക്കണം. ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ, ബൈ പെർഫോമിംഗ് എ ടാസ്ക് റിപ്പീറ്റഡ്ലി ആൻഡ് ഓൾസോ റെഗുലർലി വി ബിക്കം സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ്. നമ്മൾ ഒരു ജോലി ഒരു ടാസ്ക് കൃത്യമായ രീതിയിൽ എല്ലാ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ സ്പെഷ്യലൈസ്ഡ് ആകുന്നു. അങ്ങനെ വരുമ്പോൾ അപ്പൊ ആ ഒരു എന്താ പറയാ റുട്ടീൻ ടാസ്കുകൾ മേക്ക് ദ വർക്കർ മോർ എക്സ്പെർട്ട് ഇൻ ഹിസ് ജോബ്. ആ വർക്കറിനെ ആളെ എന്ത് ചെയ്യുന്നു, ആ ജോബിൽ എക്സ്പെർട്ട് ആയി തീർക്കുന്നു. And the last one, communication should be through proper channel. ശരിയായ ചാനലിലൂടെ ആയിരിക്കണം പല കാര്യങ്ങളും ആളുകളെ അറിയിക്കേണ്ടത്. ക്ലിയർ ആയോ? 5 പോയിന്റ് മനസ്സിലായോ? ആ പോയിന്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്താണ് പോയിന്റിന്റെ മീനിങ് എന്ന്. ക്ലിയർ ആണല്ലോ? യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പേഴ്സണൽ പോളിസി, പേഴ്സണൽ മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ ഈ ചാപ്റ്ററിൽ അങ്ങനെ ഒരു 3 കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കാണ് കേട്ടോ. ആദ്യം നമ്മൾ പഠിച്ചത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. അടുത്തത് അതിന്റെ ഇടയ്ക്ക് വന്ന ഒരു മറ്റൊരു ടോപ്പിക്കാണ് ഓർഗനൈസേഷന്റെ ഘടന, ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതിന്റെ കോൺസെപ്റ്റും. അടുത്തത് വീണ്ടും നമ്മൾ ഇതിന്റെ മെയിൻ പാർട്ട് ഓഫ് ദ ചാപ്റ്ററിലേക്ക് വരാണ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സസിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് എന്താണ്? നമ്മൾ വീണ്ടും ഫസ്റ്റ് ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ പറഞ്ഞതുപോലെ ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയാ ഘടക, കമ്പോണന്റ് എന്ന് പറയാം ഹ്യൂമൻ റിസോഴ്സസിനെ. അതുപോലെ തന്നെ വീണ്ടും പറയുന്നത് മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റ് എന്താ? ആസ്തി. എന്താ ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഗിവ്സ് മോർ വാല്യൂ ഇൻ ഫ്യൂച്ചർ, അല്ലെ? ഭാവിയിൽ നമുക്ക് കൂടുതൽ മൂല്യം ഉണ്ടാക്കി തരാൻ കെൽപ്പുള്ള എന്തോ ഒരു സാധനം, അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുക, അല്ലെ? നമ്മുടെ വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫർണിച്ചർ എന്താ പറയാ റെഫ്രിജറേറ്റർ, അതുപോലെ തന്നെ വീട് വാങ്ങിക്കുന്നു, നിലം വാങ്ങിക്കുന്നു, ഗോൾഡ് വാങ്ങിക്കുന്നു. ഇതൊക്കെ അസറ്റുകളാണ്. നമുക്ക് എന്താ പറയാ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് പൈസക്കൊക്കെ ക്യാഷിനൊക്കെ ആവശ്യം വരുമ്പോൾ അത് എന്താ പറയാ ക്യാഷ് ആക്കി മാറ്റാൻ എളുപ്പമുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ചില അസറ്റുകളാണ് അതിലെ എല്ലാം, അല്ലെ? ഇങ്ങനെയുള്ളത് വീട് അല്ലെങ്കിൽ സ്വർണം, അതുപോലെ തന്നെ മറ്റേ മെഷീനറീസ്, വാല്യുബിൾ ആയിട്ടുള്ള മെഷീനറീസ്. സോ ലൈക്ക് ദാറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റ് ആണ് ഏത്?
നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു എനി അതർ ഫിസിക്കൽ എക്യുപ്മെന്റ് ഓർ ക്യാഷ്. മറ്റ് ക്യാഷോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള മെഷീനറീസും എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ആണ് ഏത് ഹ്യൂമൻ റിസോഴ്സ്. എന്തുകൊണ്ട് ഇത്രയധികം പേരെ മനുഷ്യന്മാർക്ക് ജോലി സ്ഥലത്ത് വരാൻ സാധ്യത? വേറെ സ്ഥലത്തൊക്കെ മനുഷ്യന് ഒരു വിലയില്ലല്ലോ എന്ന് നമ്മൾ പറയും. അല്ല, മനുഷ്യന് നല്ല വിലയുണ്ട്. നമ്മളുടെ ബുദ്ധി അല്ലെ, നമ്മുടെ സ്കിൽ, നമ്മുടെ കൈപ്പബിലിറ്റി, നമ്മളുടെ എന്താ പറയാ കറേജ്, ഒത്തിരി കാര്യങ്ങൾ ഒരു മനുഷ്യൻ ആളുടെ ക്വാളിഫിക്കേഷന്റെ കൂടെ ആളുടെ എന്താ പറയാ ഒരുപാട് കഴിവുകൾ കൂടി ബിസിനസ് ഓർഗനൈസേഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ മനുഷ്യന്മാര് വലിയ അസറ്റാണ്. ഒത്തിരി കഴിവുകൾ കൂടുതലുള്ളവർക്ക് കൂടുതൽ മൂല്യമുണ്ട്. അതാണ് ഒരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ആ മൂല്യമൊക്കെ നമുക്ക് മനസ്സിലാക്കുള്ളൂ. നമുക്ക് അതനുസരിച്ച് അവർ ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി പണി മുകളിലേക്ക് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സജഷൻസിന് അവിടെ വാല്യൂ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് നമ്മുടെയും മൂല്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാ ഓർഗനൈസേഷൻസിലും എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വാല്യുബിൾ അസറ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. അത് എന്താ പറയാ ഒരു ഓർഗനൈസേഷനില് ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് മാൻ പവർ പ്ലാനിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ കറന്റ് മാൻ പവർ പൊസിഷനിൽ നിന്ന് ഹൗ ക്യാൻ ബി അച്ചീവ് ദ ഡിസൈർഡ് മാൻ പവർ പൊസിഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാൻ പവറിലേക്ക് നമുക്ക് എങ്ങനെ വരാൻ സാധിക്കും, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ നിലവിലുള്ള എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ ജോലിക്കാരുണ്ടായിരിക്കാം. നമ്മുടെ ഈ ജോലിക്കാരെന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ജോലിക്കാരുടെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ ഇന്ന ഗ്യാപ്പുകളൊക്കെ വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ വരുന്ന ജോലിക്കാരെ അവരുടെ മാക്സിമം കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവന്ന് അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് ഓർഗനൈസേഷൻ ഡിസൈർ ചെയ്യുന്ന അവർ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ആ ഒരു മാൻ പവറിനെ കൊണ്ടുവരിക, വളർത്തിക്കൊണ്ടുവരിക, ഡെവലപ്പ് ചെയ്യുക. അതെങ്ങനെ? ഇവിടെ കൊടുക്കുന്ന ടാസ്കുകൾ അത് കൃത്യമായി ചെയ്യിപ്പിച്ച്, തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക, അതൊക്കെ മാറ്റി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇപ്പൊ കുറെ പേരൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് തിരുത്തലുകൾ വരുത്തി നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ള സ്റ്റാഫ് ആക്കി എംപ്ലോയീസ് ആക്കി മാറ്റാൻ സാധിക്കും. ഒട്ടും പറ്റാത്തവരെയാണ് എന്ത് ചെയ്യുന്നത്, പറ്റില്ല, അത് നമുക്ക് പറ്റില്ല, ആളെ നമുക്ക് മാറ്റണം എന്നുള്ള രീതിയിൽ വരിക. അതല്ലാതെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറെ ആളുകളെയൊക്കെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ പ്യൂരിഫൈ ചെയ്ത് അവരെ നല്ല രീതിയിൽ അവരെ ആക്കി നല്ല എഫിഷ്യന്റ് ആക്കി മാറ്റാൻ പറ്റും. കഴിവുള്ളവരെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് നമുക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കറന്റ് മാൻ പവർ പൊസിഷനിൽ നിന്ന് ഡിസൈർഡ് മാൻ പവർ പൊസിഷനിലേക്ക് മനുഷ്യന്മാരെ മാൻ പവറിനെ കൊണ്ടുവരിക. അത്തരം മാനേജ്മെന്റിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓർ മാൻ പവർ പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ത്രൂ പ്രോപ്പർ പ്ലാനിങ്, അങ്ങനെ ശരിയായ രീതിയിൽ എന്താ പറയുക പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് ദ റൈറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ റൈറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ്, നമുക്ക് ആവശ്യമുള്ള ഓർഗനൈസേഷൻ ആവശ്യമുള്ള ആളുകളുടെ എണ്ണം, എത്ര എംപ്ലോയീസിന് വേണം, റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, എത്ര ആളുകൾ വേണം, ഇങ്ങനെയുള്ള ആളുകളെ വേണ്ടത്, കൃത്യമായ രീതിയിൽ നമ്മളുടെ ജോബ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണ്ട. ജോലിക്ക് ഒഴിവുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും പിടിച്ചുകൊണ്ടെന്ന് ജോലി കൊടുക്കോ? നമ്മൾ പല ഓർഗനൈസേഷനിലും ജോലിക്ക് അപേക്ഷ വെക്കാനായിട്ടൊക്കെ ആളുകളോട് ഇന്ന സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്തോ, ഇന്ന ഒഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ നമ്മൾ എല്ലാവരും കൂടി കൂട്ടത്തോടെ ആ കാര്യത്തിൽ അപ്ലൈ ചെയ്യാനോ? അല്ല, നമ്മള് you check whether our qualification matches that vacancy. ആ വേക്കൻസിനെ മാച്ച് ചെയ്യുന്നതാണോ എന്റെ ക്വാളിഫിക്കേഷൻ, അതനുസരിച്ചല്ലേ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ. അതെ, തീർച്ചയായിട്ടും അതെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ആ വേക്കൻസി ഫിൽ ചെയ്യാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് യു ചെക്ക് ദ ആപ്ലിക്കേഷൻസ് ആൻഡ് ദ ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ദാറ്റ് ജോബ് ആസ്പിറൻസ്. അത്തരം ജോബ് സീക്കേഴ്സിൽ നിന്ന് അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് അത് ചെക്ക് ചെയ്യും. അത് ഓർഗനൈസേഷൻ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്നാണ് പല കാര്യങ്ങളും അവർ എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുത്ത് ആളുകളെ എടുക്കുന്നത്, അല്ലെ? പ്യൂരിഫൈ ചെയ്ത് ഇങ്ങനെ എടുക്കണം, റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിളിനെ എടുക്കണം, റൈറ്റ് ടൈമിൽ നമുക്ക് അവരെ കിട്ടണം. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ എന്താ പറയാ ലോങ് റേഞ്ച് ബെനിഫിറ്റ് ലക്ഷ്യമാക്കിയിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, അല്ലെ? എന്താണ് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം? എന്താണ്? What is the aim or goal of each and every organization? ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ലക്ഷ്യം എന്താ? ഇപ്പൊ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ആയിക്കോട്ടെ, വാട്ട് ഈസ് ദ എയിം? പറയാമോ? എന്താണ് എയിം? ഒരു ഓർഗനൈസേഷന്റെ എയിം എന്താ?
പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. സോ ബെനിഫിറ്റ് അവരുടെ ലോങ് റേഞ്ച് പ്രോഫിറ്റ് ആണ് അവർ ലക്ഷ്യമാക്കുന്നത്. ഇന്നൊരു ദിവസത്തേക്ക് കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു വർഷം മാത്രം പ്രോഫിറ്റ് കിട്ടാൻ മതി എന്നല്ല, ഒരു ലോങ് ടേം പ്രോഫിറ്റ് ആണ് അവര് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ to fulfill that aim, ആ ഒരു എയിം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യുന്നു ഓർഗനൈസേഷൻ ഈ പറയുന്ന റൈറ്റ് ടൈപ്പ് ഓഫ് ആളുകളെ, റൈറ്റ് നമ്പർ ഓഫ് പേഴ്സൺസിനെ അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് ഓൾസോ ദ റൈറ്റ് ടൈം, കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് അവൈലബിൾ ആക്കണം അല്ലെ. അതൊക്കെ നമുക്ക് എങ്ങനെയേ പറ്റുള്ളൂ? ത്രൂ പ്രോപ്പർ പ്ലാനിങ്. ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്ത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്ത് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് എന്താ പറയാ റിക്രൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ജോലി കൊടുക്കാനും അല്ലെങ്കിൽ ജോലിക്ക് എടുക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മളെ കോൺസെപ്റ്റില് ആ 5 പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്യണം. 5 പോയിന്റിന്റെയും എന്താ പറയാ ഒരു എന്താ പറയുക എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ല. 5 പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്താൽ മതി. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഞാൻ ടിക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് മോസ്റ്റ് വാല്യൂബിൾ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് നോട്ട് ദ മണി ഓർ ഫിസിക്കൽ എക്യുപ്മെന്റ്സ്. സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയില്ലേ പാരഗ്രാഫ്? ബുദ്ധിമുട്ടുള്ള പാരഗ്രാഫ് ഒന്നും അല്ല, സിമ്പിൾ പാരഗ്രാഫ് ആണ്. വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ? ഓക്കെ. ഫസ്റ്റ് സെന്റൻസ് മാർക്ക് ചെയ്യാം, സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇനി അടുത്ത സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. The human resource or manpower planning is the process with which management determines how organization should move from its current manpower position to desired manpower position. ആ ഒരു സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്യാം. ഇതെല്ലാം ഓക്കെ. ഇനി പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്, പ്രോസസ് ആണ്. ഇനി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എങ്ങനെയാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്? അത് ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് അല്ല, ഇറ്റ്സ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. അത് ഒന്നിലധികം പ്രോസസ്സുകൾ ഇങ്ങനെ എന്താ പറയാ സ്റ്റെപ്പുകൾ അടങ്ങുന്ന ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അതിനുവേണ്ടിയെല്ലാം ചില നടപടികൾ പടിപടിയായിട്ടാണ് അത് ചെയ്യുക. അതിൽ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ഡിസൈഡ് ദ ഗോൾ ഓർ എയിം. ഓർഗനൈസേഷനിൽ നമ്മൾ എത്ര ഹ്യൂമൻ റിസോഴ്സുകൾ, എത്ര ആൾക്കാരെ ജോലിക്ക് എംപ്ലോയീസിലേക്ക് വേണം, ആ ഒരു ലക്ഷ്യം പൂർത്തിയാകാനായിട്ട് അവർ അതിന്റെ എന്താ പറയാ വേക്കൻസി ഏതാണെന്നോ മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടില്ലേ, അവർ അതിനെ കുറിച്ചൊരു ഗോൾ അവർ സെറ്റ് ചെയ്യാവുന്നതിന് ഒരു എയിം വേണം, ഒരു ലക്ഷ്യം വേണം. ടു ഡിസൈഡ് ദ ഗോൾ ഓർ എയിം, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ ആ പ്രോസസ്സിലുള്ള ഒന്നാമത്തെ നടപടി എന്ന് പറയുന്നതാണ് ടു ഡിസൈഡ് ഗോൾ ഓർ എയിംസ്. എന്താണ്? അതായത് നമ്മളുടെ ടു ഫൈൻഡ് ഔട്ട് ദ മാച്ചിങ് ഓർ ഫിറ്റ്നസ് ഓഫ് എംപ്ലോയീസ്. നമ്മളുടെ ജോലിയിൽ ആ ഒരു വേക്കൻസിയിൽ ഫില്ല് ചെയ്യാനായിട്ട് ഫിറ്റ് ആകുന്ന എംപ്ലോയീസ്, അവരുടെ കഴിവുകൾ, അവരെത്ര പേരുടെ റിക്വയർമെന്റുകൾ, അവർ എത്ര പേര് അവൈലബിൾ ആണ് നമുക്ക്. മാത്രമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ദേ ഹാവ് ടു ഡിസൈഡ് ഹൗ ദാറ്റ് എംപ്ലോയീസ് ക്യാൻ ബി. അതായത് നമുക്ക് ആ എടുക്കുന്ന എംപ്ലോയീസിനെ ഫ്യൂച്ചറിലേക്ക് കൂടി, ഫ്യൂച്ചർ അറേഞ്ച്മെന്റ്സിലേക്ക് കൂടി വരുന്ന രീതിയിലായിരിക്കും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ കുറെ ടീച്ചേഴ്സിന്റെ ഒഴിവുകളുണ്ട്. ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ എടുക്കാൻ അല്ലെങ്കിൽ ഇനി അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കോഴ്സസ് പഠിപ്പിക്കാൻ പറ്റിയ ടീച്ചേഴ്സും കൂടി, അതായത് ഫ്യൂച്ചർ അറേഞ്ച്മെന്റ് കൂടി മുന്നിൽ കണ്ടിട്ട് വേണം. ഒരു എന്താ പറയാ ഓടുന്ന പട്ടിക്ക് ഒരു പഴം മുമ്പേ എന്ന് പറയില്ലേ, അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ നമ്മളൊരു പ്രോവർബ് കേട്ടിട്ടില്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ ഒരു പടി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ചിന്തിക്കാനായിട്ട്. അപ്പൊ എത്ര എംപ്ലോയീസിനെ വേണം അല്ലെ, ഏതൊക്കെ റിക്വയർമെന്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ വേക്കൻസി നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ പ്രസന്റ് അഡ്ജസ്റ്റ്മെന്റുകൾ, ഇപ്പൊ തൽക്കാലത്തേക്ക് അവിടെ അത്ര ആൾക്കാർ എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചിന്തിക്കാം, അങ്ങനെ ചെയ്യരുത്. ആ പ്രസന്റ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതോടൊപ്പം they have to also decide according to the future arrangements. ഭാവിയിൽ നമുക്ക് എന്തൊക്കെ അറേഞ്ച്മെന്റുകൾ ഉണ്ട് അവിടെയും കൂടി അവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും.
ഇത്തരം കാര്യങ്ങൾ കൂടി ലക്ഷ്യം വെക്കും. അതാണ് എയിം ഓർ ഗോൾ ഡിസയർ ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ടു ഡിസൈഡ് ഗോൾ ഓർ എയിം എന്ന് പറയുന്നത് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മാച്ചിങ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവരുടെ എബിലിറ്റീസും അവരുടെ റിക്വയർമെന്റ്സും ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസേഷനിലേക്ക് ജോലിക്ക് വേക്കൻസികൾ ഫിൽ ചെയ്യാൻ എടുക്കാം. പക്ഷെ ആ സമയത്ത് വി ഹാവ് ടു ഡിസൈഡ് എംഫസിസ് ഓൺ ഫ്യൂച്ചർ ഇൻസ്റ്റെഡ് ഓഫ് പ്രസന്റ് അറേഞ്ച്മെന്റ്സ്. താൽക്കാലികമായ ഇപ്പോഴത്തെ അറേഞ്ച്മെന്റുകൾ മാത്രം നോക്കാതെ ഫ്യൂച്ചർ അറേഞ്ച്മെന്റുകളിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ടത്. വാട്ട് ഇറ്റ് ക്ലിയർ ആയ ഒന്നാമത്തെ പോയിന്റ്? സമയം കഴിഞ്ഞു, എന്റെ 2 മണി കഴിഞ്ഞു, പിന്നെ 10 മിനിറ്റ് കൂടി എടുത്തു മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പ്രോസസ് ഹ്യൂമൻ പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ? ടു ഡിസൈഡ് ഗോൾ ഓർ എയിം. ഒന്ന് വായിച്ചു നോക്കിയ സെന്റൻസ് എന്തെങ്കിലും മനസ്സിലാവാത്തന്നെ ചോദിക്കുക. മനസ്സിലാവുന്നവരുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എന്താണോ, അത് കഴിഞ്ഞ ദിവസം ഞാൻ രമ്യ മിസ്സിന്റെ ഒരു അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർക്ക് പോർഷൻസ് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി താമസം വന്നാലോ എന്നുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ടീച്ചർക്ക് 1.5 hour ക്ലാസ് വേണമെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ അങ്ങനെ അവരുടെ ക്ലാസ് എടുത്ത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. പക്ഷെ എന്റെ ഒരു അരമണിക്കൂർ ബാക്കി വരുമല്ലോ നേരം. അപ്പൊ ഞാൻ ഹാഫ് ആൻ അവർ കയറിയിട്ട് ടീച്ചർക്ക് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ടീച്ചർ 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുക. ഓക്കെ, അരമണിക്കൂറാണ് എനിക്ക് വേണ്ടി ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണത്. അത് കഴിഞ്ഞിട്ട് ഇനി ടീച്ചർ 1.5 മണിക്കൂർ, അതായത് സാധാരണ നിങ്ങളുടെ ക്ലാസ് തീരുന്ന 12:30 വരെ ടീച്ചർ ക്ലാസ് എടുക്കുമെന്ന്. മനസ്സിലായോ? ആരും ഇറങ്ങി പോകരുത്, ഞാൻ ഇട്ടിട്ട് പോകണില്ല. ക്ലിയർ? അപ്പൊ ആ ഒരു സംഭവം വരെ അത്രയെങ്കിലും തീർക്കാൻ പറ്റി. ഒരു പേജ് തീർക്കട്ടെ ടീച്ചറെ പറഞ്ഞാണ് ഞാൻ കയറിയത്. ഓക്കെ, സോ വെയിറ്റ്, ടീച്ചർ വിൽക്കാം. നിങ്ങളൊന്ന് വായിച്ചു കൊണ്ടിരിക്കുക. അത്രയും എടുത്ത ഭാഗം ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇത് വായിക്കാനൊന്നുമില്ല, അത് ഹ്യൂമൻ റിസോഴ്സ് അല്ലേ. ഓക്കെ ഓക്കെ, ബൈ, സീ യു. ഇടയ്ക്ക് ആരെങ്കിലും അവർ കിട്ടുമ്പോൾ വന്നോളാം. ഓക്കെ.